السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والمحصنات من النساء إلا ما ملكت أيمانكم. നിങ്ങളിൽ നിന്ന് പിന്നെ ഭർത്തൃമതികളായ പെണ്ണുങ്ങളും അവരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വലങ്കൈ ഉടമയിലാക്കിയ അടിമകളൊഴികെ, അതായത് നിങ്ങളുടെ അധീനതയിലുള്ള അടിമ പെണ്ണുങ്ങളൊഴികെ, അത് കുഴപ്പമില്ല, കല്യാണം കഴിക്കുക. കിതാബല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേലിൽ അള്ളാഹുവിന്റെ നിയമമാണ്. وَأُحِلَّ لَكُم مَّا وَرَاءَ ذَلِكُمْ أَن تَبْتَغُوا بِأَمْوَالِكُمْ مُحْصِنِينَ غَيْرَ مُسَافِحِينَ. ഇന്ന പെണ്ണുങ്ങളൊക്കെ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. എങ്ങനെ? പതിവ്രതകളായ പെണ്ണുങ്ങളെ, നീചവൃത്തി ആഗ്രഹിക്കാത്ത, തെറ്റായ വ്യഭിചാരം ഉദ്ദേശിക്കാത്ത പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാം. ഫമസ്തംതഅ്തും ബിഹി മിൻഹുൻ, അവരിൽ നിന്ന് നിങ്ങൾ സുഖമെടുത്തു കഴിഞ്ഞാൽ ഫആതൂഹുന്ന ഉജൂറഹുന്ന, അപ്പോഴാണ് നിർബന്ധമാകുക എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അവർക്ക് നിങ്ങൾ മഹർ കൊടുക്കണം, ഫരീളത്തൻ, അത് അല്ലാഹുവിന്റെ നിയമമാണ്. വലാ ജുനാഹ അലൈക്കും ഫീമാ തറാളൈതും ബി, എന്നാൽ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മിൻ ബഅദിൽ ഫരീള, അത് നിർണയിച്ചതിന്റെ ശേഷം നിങ്ങൾ അന്യോന്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിടുതി ചെയ്യുന്നതിൽ എന്തില്ല, കുഴപ്പമില്ല. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ, തീർച്ചയായിട്ടും അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്, അവൻ യുക്തിമാനുമാണ്. وَمَن لَّمْ يَسْتَطِعْ مِنكُمْ طَوْلًا أَن يَنكِحَ الْمُحْصَنَاتِ الْمُؤْمِنَاتِ, ഈമാനുള്ള പതിവ്രതകളായ പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്യാൻ സാമ്പത്തികമായി കഴിയാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫമിമ്മാ മലക്കത്ത് അയ്മാനുക്കും മിൻ ഫതയാതികുമുൽ മുഅ്മിനാത്ത്, നിങ്ങളിലുള്ള ഈമാനുള്ള അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, നിങ്ങളെ ഉടമയിലുള്ള. വല്ലാഹു അഅലമു ബിഈമാനിക്കും, നിങ്ങളെ ഈമാനിനെ പറ്റി അല്ലാഹു അറിയും. ബഅലുക്കും മിൻ ബഅൽ, നിങ്ങൾ ചിലരിൽ നിന്നാണ്. ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിൻ, അതുകൊണ്ട് അവരുടെ അഹ്ലിന്റെ അനുമതിയോടുകൂടെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. വആതൂഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായ രൂപത്തിൽ അവർക്ക് നിങ്ങൾ മഹർ കൊടുത്തോളൂ. മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ, വ്യഭിചാരം ചെയ്യുന്നവരല്ലാത്ത പവിത്രതയുള്ള പെണ്ണുങ്ങളെ. വലാ മുത്തഖിദാത്തി അഖ്ദാൻ, രഹസ്യ വീഴ്ച നടത്തുന്ന പെണ്ണുങ്ങളല്ലാത്തവരെ. ഫൈദാ ഉസിന്ന ഫഇന്നതൈന ബിഫാഹിഷ, അങ്ങനെ വിവാഹാനന്തരം അവർ എന്തെങ്കിലും നീചവൃത്തി ചെയ്താൽ ഫഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാതി മിനൽ അദാബ്, അദാബിൽ നിന്ന് സ്വതന്ത്ര സ്ത്രീകൾ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ, അവർക്കുള്ള ശിക്ഷന്റെ പാതി ഇവർക്കുണ്ടാവും. ذَلِكَ لِمَنْ خَشِيَ اللَّعْنَةَ مِنكُمْ, നിങ്ങളിൽ നിന്നുള്ള ഇവർക്ക് വ്യഭിചാരത്തെ ഭയപ്പെടുമ്പോഴാണത് അങ്ങനെയൊക്കെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്, അടിമകളൊക്കെ. നേരെ മറിച്ച് വഅൻ തസ്ബിറൂ ഖൈറുൽ ലക്കും, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ആ ഒഴിവാക്കലാണ് നല്ലത്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, അതോടുകൂടെ കാരുണ്യവാനുമാകുന്നു. അല്ലാഹു തആല എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഇനി അതിന്റെ ബാക്കി തന്നെയാണ് പറഞ്ഞതിന്റെ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഗഫൂറുർ റഹീമിന്റെ വാക്യാണ് ആ പറഞ്ഞതിന്റെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محصنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة إن
ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ വമൻ ലം യസ്തതി' മിൻകും ഖൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്ത് أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم.